അട്ടപ്പാടി എന്ന സ്ഥലനാമം അധസ്ഥിതാവസ്ഥയിൽ കഴിയുന്ന ഒരു പ്രദേശത്തെയും ജനതയെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. പട്ടിണി മരണങ്ങൾ, ദാരിദ്ര്യം, അവിവാഹിത ആദിവാസി അമ്മമാർ, ഭൂമി തട്ടിയെടുക്കൽ, പരിസ്ഥിതി നാശം തുടങ്ങിയ സംഭവങ്ങളിലൂടെയാണ് അട്ടപ്പാടിയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. 1996 പട്ടിണി മൂലം 20ഓളം പേർ മരിച്ചതോടെയാണ് ഈ പ്രദേശത്തെക്കുറിച്ച് കേരളം അറിഞ്ഞത്. മുഖ്യധാരയുടെ അളവുകോലുകൾക്ക് ഒത്തുപോകാത്ത പിന്നോക്കാവസ്ഥകൾക്ക് പൊതുസമൂഹം അട്ടപ്പാടി എന്ന് പേരിട്ട് അപമാനിച്ചു. ഇപ്പോൾ ശിശുമരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഈ പ്രദേശത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടും എന്തുകൊണ്ടാണ് അട്ടപ്പാടിയിൽ മാത്രം ഇത്രയേറെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വർഷം 6 മാസത്തിനുള്ളിൽ 36 കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത്. 1.5 വർഷത്തിനുള്ളിൽ 50ലേറെ കുഞ്ഞുങ്ങൾ മരിച്ചു. ശിശുമരണ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ അധികൃതർക്ക് നിരത്താൻ ന്യായങ്ങൾ പലതുമുണ്ടായിരുന്നു. സാമൂഹിക പുരോഗതിയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിൽ നിന്നുള്ള ശിശുമരണങ്ങൾ ദേശീയ ശ്രദ്ധ നേടിയതോടുകൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ ന്യായവാദങ്ങൾ പുറത്തു വന്നത്. ഗർഭിണികളുടെ മദ്യപാനമാണ് പോഷകാഹാരക്കുറവിന് കാരണമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി KC ജോസഫിന്റെ കണ്ടെത്തൽ. അവിടെ മദ്യത്തിന്റെ വ്യാപകമായ ഉപയോഗം നമ്മൾ കാണാതെ പോകരുത്. ഗർഭിണികളായ അട്ടപ്പാടിലെ ട്രൈബൽ സ്ത്രീകൾ പോലും ഈ ചാരായം കഴിക്കുകയാണ്. അപ്പൊ ഈ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം എങ്ങനെ ഇരിക്കും? ആദിവാസികൾ ശരിയായി ഭക്ഷണം കഴിക്കാത്തതാണ് പ്രശ്നമെന്ന് നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി KC ജോസഫിനെ ന്യായീകരിച്ച് രംഗത്തെത്തി. അനൌദ്യോഗിക മദ്യനിരോധിത മേഖലയാണ് അട്ടപ്പാടി. കള്ളിയെത്തും അനുവദിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ മദ്യഷാപ്പുകളിൽ നിന്നുള്ള മദ്യവും കള്ളവാറ്റ് വഴി ഉണ്ടാകുന്ന മദ്യവും അട്ടപ്പാടി നിവാസികൾ അമിതമായി ഉപയോഗിക്കുന്നു. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും മദ്യം സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നു. ഗർഭിണികൾ പോലും മദ്യപിക്കാറുണ്ട്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് മദ്യാസക്തി കൂടുതലാണെന്നാണ് അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിലെ MLA N ഷംസുദ്ദീന്റെ അഭിപ്രായം. എല്ലാത്തിനും കാരണം അതാണ് എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ലെങ്കിലും മദ്യാസക്തി വളരെ കൂടുതലാണ് ആദിവാസികൾക്കിടയിൽ. മദ്യപാനം വർദ്ധിക്കുന്നതിനുള്ള കാരണം ആദിവാസികളുടെ ബോധക്കുറവാണെന്നും MLA കണ്ടെത്തി. അതിനുള്ള പരിഹാര നിർദ്ദേശവും അദ്ദേഹത്തിനുണ്ട്. ആദിവാസി സമൂഹത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ, ഒരു കള്ളുടിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൂടാ. കാരണം അവർക്ക് കുറച്ച് ബോധം കുറവാണ്. അവരെ ബോധമുണ്ടാക്കി കൊണ്ടുവരേണ്ട ചുമതല സമൂഹത്തിനും നേതാക്കന്മാർക്കും സ്റ്റേറ്റിനൊക്കെ ഉണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLAയുടെയും വെളിപാടുകളെ ചോദ്യം ചെയ്യുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖർ തന്നെയാണ്. 15 വർഷത്തോളം അട്ടപ്പാടിയിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ പ്രഭുദാസ് തന്നെ മന്ത്രിമാരുടെ വാദത്തെ പൊളിക്കുന്നു. താൻ പരിശോധിച്ച ഗർഭിണികളിൽ ഒരാൾ പോലും മദ്യപിച്ചതായി കണ്ടിട്ടില്ലെന്നായിരുന്നു അട്ടപ്പാടിയിൽ സർക്കാർ നിയോഗിച്ച സംഘത്തിന്റെ നോഡൽ ഓഫീസറായ പ്രഭുദാസിന്റെ പ്രതികരണം. മദ്യത്തിന്റെ ഉപയോഗം മുതിർന്ന ആൾക്കാർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ നമ്മൾ നടത്തിയ സ്റ്റഡി അനുസരിച്ചിട്ട് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ 50% മെയിലും ഫീമെയിലും കുടിക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരായ സ്ത്രീകളാരും കുടിച്ച് ഞാനിതുവരെ കണ്ടിട്ടില്ല. 95 മുതൽ 2010 വരെ 15 വർഷക്കാലം അട്ടപ്പാടിയിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അതിൽ 3000-ഓളം ഡെലിവറി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരാളും ഇതുവരെ മദ്യം കഴിച്ചിട്ട് ആശുപത്രി വരികയോ ആസക്തിയിൽ ചികിത്സയ്ക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഗർഭിണികൾ മദ്യപിക്കുന്നുവെന്ന പരാമർശത്തെക്കുറിച്ച് ആദിവാസി സ്ത്രീകൾക്കും ചിലത് പറയാനുണ്ട്. താൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്നാണ് പ്രസവത്തോടെ കുഞ്ഞു മരിച്ച പാലൂരിലെ ലക്ഷ്മി പറയുന്നത്. കുട്ടി മരിച്ചിട്ട് 7 മാസമായി. 7 മാസമായി. എത്ര മാസമായിരുന്നു? 8 മാസത്തിൽ. ഇതൊക്കെ ആരും മദ്യം അടിക്കുന്നില്ല. വെറുതെയൊക്കെ അങ്ങനെ പറയും. മന്ത്രിമാർ തങ്ങളെ അപമാനിക്കുകയാണെന്ന് സ്ത്രീകൾ പ്രതികരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ അങ്ങനെ മന്ത്രി പറഞ്ഞതിനോട് നിങ്ങൾ എന്താ പറയുന്നത്? മന്ത്രി അവർ തന്നെ കണക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ അതേപോലെ മദ്യം കളിച്ചിട്ട് ഞങ്ങൾ അതേപോലെ ഉണ്ടായ കണ്ടിട്ട് പറഞ്ഞാലും കാര്യമുണ്ട്. ഇത് കാണാതെ വെറുതെ എല്ലാവരും കുടിക്കുന്നുണ്ട്, എല്ലാവരും വെള്ളം അടിച്ചിട്ടാണ് കുട്ടികൾ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആയ തന്നെ ഞങ്ങൾ അങ്ങനെ ആകും. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആവുമോ? ഈ മദ്യം എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾ അതിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ വന്ന് ഈ നടപടിക്ക് എടുത്താൽ അതിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാം. അല്ലാതെ ഞങ്ങൾ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഓഫീസർമാർ വന്നാൽ നിങ്ങൾക്ക് സപ്പോർട്ടൊന്നും ഞങ്ങൾ നിൽക്കാം.
ഞങ്ങളായിട്ട് നിർത്താൻ പറ്റില്ല. ഈ മദ്യം കളിക്കണമെന്ന് ഞങ്ങൾക്കത് ഇഷ്ടമല്ല. പക്ഷെ അത് നിർത്തണ്ടേ? നിർത്തുന്നില്ല. അട്ടപ്പാടി സന്ദർശിച്ച ഡോക്ടർമാരുടെ സംഘത്തെ നയിച്ച ഡോക്ടർ ബി ഇക്ബാലിൻ്റെ റിപ്പോർട്ടിനെ അവലംബിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായവാദം. അട്ടപ്പാടിയിൽ മദ്യം വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണെന്ന് ഡോക്ടർ ഇക്ബാലും പറയുന്നു. എന്നാൽ അപ്രഖ്യാപിത മദ്യനിരോധിത മേഖലയായ അട്ടപ്പാടിയിൽ വ്യാജമദ്യം ഒഴുകുന്നു എന്ന പരാമർശം അനവസരത്തിൽ പ്രയോഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കുട്ടികൾ മരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അമ്മമാരുടെ മേൽ ചാർത്തുകയായിരുന്നു ഭരണാധികാരികൾ. അട്ടപ്പാടി മദ്യവിമുക്തമാണെന്ന് ഇതിനർത്ഥമില്ല. ഊരുകളിൽ വ്യാജമദ്യം ഒഴുകുന്നുണ്ട്. പുരുഷന്മാർ മദ്യത്തിനടിപ്പെടുമ്പോൾ കുടുംബം പുലർത്തേണ്ട ബാധ്യത സ്ത്രീകളുടെ ചുമലിലാകുന്നു. ആരാണ് ഈ കാഴ്ചയ്ക്ക് ഉത്തരവാദികൾ? അത് തിരയുമ്പോൾ അട്ടപ്പാടിയെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ താൽപ്പര്യങ്ങളും വ്യക്തമാകും. ശിശുമരണങ്ങളുടെ കാരണവും. മദ്യം നൽകി കുടിയേറ്റക്കാർ തങ്ങളുടെ ഭൂമി തട്ടിയെടുത്തതെങ്ങനെയെന്ന് ആദിവാസികൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. മദ്യം കൂടി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടി കണ്ടെത്തിയതാണ്. മരണമായിട്ട് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ കുടിയേറ്റക്കാരെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം ആദിവാസിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അത് ആക്കിയത് ഇവിടുത്തെ കുടിയേറ്റക്കാരാണ്. അത് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഈ മയക്കമരുന്ന് കൊടുത്തതിന് ശേഷമാണ് കൂടുതൽ ഭൂമി ഇവിടുന്ന് കൈമാറി പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിലേക്ക് അടിമകളാക്കി ഞങ്ങളുടെ പുരുഷന്മാരൊക്കെ ചില ഊരുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാരേ ഇല്ല. ഭൂമിയും കാടുമായിരുന്നു ആദിവാസികളുടെ ജീവിത വ്യവസ്ഥയുടെ ആധാരം. ഇത് നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ അവരുടെ ജീവിതം പട്ടിണിയിലേക്കും ദുരിതങ്ങളിലേക്കും വലിച്ചെറിയപ്പെട്ടു. സാമ്പാർ കടൂരിൻ്റെ മൂപ്പനും പറയാനുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള കൗണ്ടർമാരും തെക്കു നിന്നുള്ള കുടിയേറ്റക്കാരും ചാരായവും നിസാര പണവും നൽകി ഭൂമി തട്ടിയെടുത്തതിനെക്കുറിച്ചാണ്. 4 ഏക്കറുണ്ട്. അത് എൻ്റെ കയ്യിലല്ലേ, അത് കൈവിട്ട് നാനും കൂടി ഇല്ല. നാം ചെറിയ ചെറിയ കുട്ടികളെത്തി അവർ ഏമാറ്റി പോനാ. അത് 1 ഏക്കർ എങ്ങൾക്ക് വേണം കൊടുക്കണോ. അത് പട്ടയക്ക് പോനാ അവ വില്ലേജിക്ക് പോയി പണത്തെ കെട്ടുക. അപ്പം വില്ലേജിക്കാരൻ ചൊല്ലുക നാളേക്ക് വാങ്ങുമ്പോ ഇന്തിനാ വരില്ല. അളക്കാക്ക് വന്നിട്ട് ഈ ശർവല എടുത്ത് പോയിട്ട് കൂടി കിട്ടില്ല. തങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതിനെക്കുറിച്ചായിരുന്നു കർഷകനായ കാളിക്ക് പറയാനുള്ളത്. ഈ പാട്ടത്തിന് പണ്ട് അച്ഛന്മാർ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഇവരെന്ത് ചെയ്തു, വില്ലേജ് ഓഫീസറെ പിടിച്ചിട്ട് കൈക്കൂലി എന്തോ കൊടുത്തിട്ട് അവർ 54 സെൻറ്റ് നമ്മുടെ തന്നെ 2 ഏക്കർ 38 സെൻറ്റിൽ 54 സെൻറ്റ് ചെട്ടിയന്മാർക്ക് അവർ എഴുതി അവർ റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇത് 2000 വരെ അടിച്ചുകൊണ്ടിരിക്കണ നികുതി. അപ്പോൾ ഇതെന്തിനെ കുറച്ചോന്ന് ഒരു വില്ലേജ് ഓഫീസർ ചോദിക്കുമ്പോൾ അത് നീ ഇനി മണ്ണാർക്കാടോ പോയി ആവശ്യപ്പെട്ട കിട്ടുള്ളൂ ഇന്ന് ഇവർ തന്നെ പറയാം. പോഷകാഹാരക്കുറവാണ് മരണകാരണമെന്ന് പറയുന്നത് സാങ്കേതികമായി മാത്രമാണ്. ആദിവാസി പുരുഷന്മാരും അമ്മമാരും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന പട്ടിണിയാണ് യഥാർത്ഥ കാരണമെന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഭൂമി നഷ്ടപ്പെട്ടതും കൃഷി ചെയ്യാൻ കഴിയാത്തതും മറ്റ് തൊഴിലുകളില്ലാത്തതുമാണ് അവരെ പട്ടിണിയിലേക്ക് നയിക്കുന്നത്. ഭക്ഷണമില്ലാത്ത അന്ന് പ്രശ്നം. നമ്മളിപ്പം ക്യാമ്പ് നടത്തുമ്പോൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് കുട്ടിക്ക് എന്താ കൊടുക്കുന്നത് വെച്ചാൽ 3 നേരം കഞ്ഞിയായിരിക്കും 3 നേരം ചോറായിരിക്കും, അല്ല വേറൊന്നും കൊടുക്കുന്നില്ലല്ലോ. ജോലി ഇല്ലായ്മയാന്ന് കുറേ പേര് പറയുന്നത്. ജോലിയില്ല, ഇൻകം ഇല്ല, കൃഷിയില്ല. ആദിവാസികളുടെ ഉപജീവനോപാധിയായിരുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യാധീനപ്പെട്ടത്. അവരുടെ പട്ടിണിക്ക് കാരണമായതും ഈ ഭൂമി നഷ്ടം തന്നെ. 10,000-ഓളം ഏക്കർ ഭൂമി ആദിവാസികൾക്ക് നഷ്ടപ്പെട്ടതായി അട്ടപ്പാടിയിലെ ITDP തയ്യാറാക്കിയ കണക്കുകൾ പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് തിരിച്ചുപിടിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 1977 ITDP തന്നെ ഒരു കണക്കെടുത്തിരുന്നു. അതിൽ ഏകദേശം 10,457 ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടതായി കണക്കാക്കി. അട്ടപ്പാടി ബ്ലോക്കിൽ 8,859 വീടുകളിൽ കഴിയുന്ന
10,000-ഓളം ആദിവാസി കുടുംബങ്ങളുടെ കൈവശരേഖയുള്ള ഭൂമിയാകട്ടെ 18,000 ഏക്കറും. ഇവർക്കിപ്പോൾ ഭൂമി എന്ന് പറയുന്നത് കൈവശരേഖയുള്ള ഭൂമി ഒരു ഭാഗത്തുണ്ട്, രേഖയുള്ള ഭൂമിയും രേഖയില്ലാത്ത ഭൂമിയും ഈ 2 കാറ്റഗറിയിലായിട്ട് 25,750 ഏക്കർ ഭൂമി ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കൈവശരേഖയുള്ളത് 18,000 ഏക്കറുണ്ട്. ആ 18,000 ഏക്കർ എന്ന് പറയുന്ന കൈവശരേഖ ഇന്നത്തെ ആളുകളുടെ പേരിലല്ല കിടക്കുന്നത്. അവരുടെ മുത്തശ്ശൻ്റെയോ മുതുമുത്തശ്ശൻ്റെയോ പേരിലാണ് ഈ ഡോക്യുമെന്റ്സ് ഉള്ളത്. എന്നാൽ ഭൂമി തട്ടിയെടുക്കൽ ഒരു പഴയ കഥയല്ല. ഇപ്പോഴും ഇത് തുടരുക തന്നെയാണ്. ആദിവാസികളെ പട്ടിണിയിലേക്കും പോഷകാഹാരക്കുറവിലേക്കും വലിച്ചിഴച്ചത് ഉപജീവനോപാധികളിൽ നിന്നും കാർഷിക ജീവിതത്തിൽ നിന്നുമുള്ള പറിച്ചെറിയലാണ്. വൻകിട കുടിയേറ്റക്കാരുടെ കയ്യേറ്റ ഭൂമികൾക്ക് നിയമസാധുത നൽകാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ ആദിവാസികളുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ ഗുരുതരമായ അനാസ്ഥയാണ് കാട്ടിയത്. പകരം ഭൂമി നൽകുമെന്ന പ്രഖ്യാപനങ്ങളും ആദിവാസികളുടെ കാര്യത്തിൽ മാത്രം നടപ്പായില്ല. 2001 ആദിവാസി പുനരധിവാസ മിഷന്റെ ഭാഗമായുള്ള ഭൂമി വിതരണം ഏറ്റവും കുറച്ച് നടപ്പായത് അട്ടപ്പാടിയിലാണ്. 1826 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ ലക്ഷ്യമിട്ടെങ്കിലും 10 കുടുംബങ്ങൾക്ക് മാത്രമാണ് അട്ടപ്പാടിയിൽ ഭൂമി നൽകിയത്. ഭൂമി വിതരണത്തിൽ മാത്രമല്ല, വീട് വെച്ച് നൽകുന്നതിലും കുടിവെള്ളം എത്തിക്കുന്നതിലും സർക്കാർ കാട്ടിയ അലംഭാവത്തെ CAG റിപ്പോർട്ടിൽ വിമർശിച്ചിരുന്നു. എന്നിട്ടും പരിഹാരമുണ്ടായില്ല. ഇപ്പോൾ ശിശുമരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്നു, പ്രഖ്യാപനങ്ങളുണ്ടായി. ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ സർക്കാർ അതിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാർ സംഘങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി TK നായരും അട്ടപ്പാടിയിലെത്തി. ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോഴും പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ പോലും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കപ്പെട്ടില്ല. 500ഓളം ഗർഭിണികളും അത്ര തന്നെ മുലയൂട്ടുന്ന അമ്മമാരും കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷവും പോഷകാഹാരക്കുറവിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. സത്യത്തിൽ അവിടെ കണ്ട കാര്യം ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചെന്ന് പറയാം. കാരണം അട്ടപ്പാടിയിൽ ഏതാണ്ട് ഒരു 500-നും 600-നും ഇടയ്ക്ക് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണുള്ളത്. അതുപോലെ ഏതാണ്ട് അത്രയും എണ്ണം മുലയൂട്ടുന്ന അമ്മമാരുമുണ്ട്. 10,000-6,000 കുട്ടികളുമാണുള്ളത്. ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഗർഭിണികളിൽ ഏതാണ്ട് എല്ലാ ആളുകളും വളരെ ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ളവരും വിളർച്ച ബാധിച്ചിരുവാണ്. അട്ടപ്പാടിയിലെ ഗർഭിണികളുടെ ശരാശരി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ 4 ഗ്രാം 5 ഗ്രാമാണ്. ഏറ്റവും കുറഞ്ഞൊരു 10 ഗ്രാമെങ്കിലും വേണ്ടതാണ്. അതുപോലെ 1-ലേറെ തവണ ഗർഭം അലസിപ്പോയവരാ അതിൽ കൂടുതൽ. കാലം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുന്നവരാണ് കൂടുതൽ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിളർച്ചയും ആഹാരത്തിൻ്റെ കുറവുമാണ്. അതുപോലെ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ 400 ഗ്രാം മുതൽ 600 ഗ്രാം 800 ഗ്രാം വരെയുള്ള കുട്ടികളാണ് ജനിക്കുന്നത്. ഇത് തന്നെയാണ് കുട്ടികളുടെ സ്ഥിതി. പ്രഖ്യാപനങ്ങൾ നിരവധിയാണെങ്കിലും ഇവ എങ്ങനെ നടപ്പാക്കുമെന്ന് മാത്രം വ്യക്തമായിട്ടില്ല. ആദിവാസി അമ്മമാരുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനു വേണ്ടി കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിൽ ആദിവാസി കുട്ടികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിയിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപ ആരുടെ കൈകളിലേക്കാണ് ചെന്നെത്തുന്നത്? അട്ടപ്പാടിയിലെ 29,000-ഓളം ആദിവാസികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിട്ട് കഴിഞ്ഞു. എന്നാൽ ഈ പണം ആദിവാസികൾക്ക് പ്രയോജനപ്പെട്ടില്ലെന്ന് അട്ടപ്പാടിയിലെ സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 1,500-ഓളം കോടി രൂപ മുടക്കിയ ഒരു പ്രദേശമാണ് അട്ടപ്പാടി. ഇതിലെ 30,000-ൽ താഴെ വരുന്ന ജനങ്ങളുടെ പേരിലാണ് ഇത് വന്നത്. അഹാഡ്സ് അടക്കമുള്ള പദ്ധതികൾ വന്നത് ഈ ആദിവാസികളുടെ പേരിലാണ്. ഇത് നമ്മൾ കണക്കിലെടുക്കും. കഴിഞ്ഞ 15 വർഷത്തെ പദ്ധതി വിഹിതങ്ങളുടെ വിനിയോഗം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്നാണ്, ഇത് തികഞ്ഞ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളുടെ പരാജയമാണ്. അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം